ക്യാൻഡിൽ കഴിഞ്ഞ ദിവസം ഫോം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രൈസ് ഇപ്പോൾ ഒരു മേജർ സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് 4000 ലെവൽ ഏരിയയിലാണ്. സോ ഈ 4000 ലെവൽ ഏരിയ ഈസി ബ്രേക്കബിൾ അല്ല. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇനിയും ഒരുപാട് പ്രൈസ് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് തന്നെയാണ് കൂടുതൽ. സോ ഇനി ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് എന്താ NFP പോലത്തെ ഹൈ ഇമ്പാക്റ്റ് ന്യൂസ് ഇവൻറ്റിലേക്ക് അത്രയും മൊമെൻറ്റം വന്ന് ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റീസേ ഉള്ളൂ. അതല്ല, ഈ കാണുന്ന ഹൈ ബ്രേക്ക് ചെയ്ത് ഒരു നല്ല വോളിയമുള്ള ക്യാൻഡിലാണ് അവിടെ ഡെവലപ്പ് ആവണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പിന്നെയും. ഹൈ ഓൾ, വെൽക്കം ടു പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ്. ഇറ്റ്സ് മീ രാഹുൽ ബഷീർ, യുവർ ഫോറക്സ് മെന്റർ. സോ നമുക്ക് ഇന്നലെ കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോൾഡിലും അതുപോലെ തന്നെ യൂറോ USDയിലും. സോ നമുക്ക് അതിൻ്റെ അപ്ഡേറ്റ്സിലേക്ക് ഒന്ന് ഫസ്റ്റ് പോവാം. സോ ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ചെറിയൊരു ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം പ്രൈസ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ബുൾ റാലി കണ്ടിന്യൂ ചെയ്തതിന് ശേഷം ഒരു മന്ത്ലിയുടെ തന്നെ റിഫൈൻ ഓർഡർ ബ്ലോക്കിലായ ഒരു സപ്ലൈയിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം ഒരു സെൽ റിയാക്ഷൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോ ഈ കാണുന്നൊരു സെല്ല് ഒരു ടെമ്പററി ആയിട്ടുള്ള സെല്ലാണ്. മാർക്കറ്റ് ഇനിയും മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് തന്നെയാണ് കൂടുതൽ. അറ്റ്ലീസ്റ്റ് ഒരു 4400 ലെവൽ വരെ മാർക്കറ്റ് പോകാനുള്ള ഹയസ്റ്റ് പ്രോബിലിറ്റിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. സോ ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് നല്ല രീതിയിലുള്ള കൺസോൾട്ടേഷൻ ആയിരുന്നു. അതിനുശേഷം ഇപ്പോൾ നല്ല രീതിയിലുള്ളൊരു ബ്രേക്ക് ഔട്ടും ഒരു സ്ട്രെങ്തൻ ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ് ഇവിടെ ഫോം ആയേക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിലേക്ക് പ്രൈസ് വന്നാൽ പിന്നെയും ഇവിടുന്ന് ഒരു സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയി ഈ കാണുന്ന ഒരു മേജർ ലിക്വിഡിറ്റി കളക്ട് ചെയ്യാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. സോ നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ ബൈ ഓപ്പർച്യൂണിറ്റി നോക്കുന്നതായിരിക്കും നല്ലത്. അറ്റ് ദ മൊമെന്റ് നമുക്ക് ഒരു കൗണ്ടർ ട്രേഡും കൂടെ മാർക്കറ്റിൽ ഫോം ആയിട്ടുണ്ട്. ഒരു 15 മിനിറ്റിൻ്റെ ഒരു സെറ്റപ്പിൽ നമുക്കൊരു സെൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ട്. അത് നമ്മളുടെ പ്രീമിയം ചാനലായ ടെലിഗ്രാമിൽ നമ്മളത് ഇതിൻ്റെ സിഗ്നൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്കും ഈ ഒരു ടെലിഗ്രാം ചാനലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. സോ അബ്സല്യൂട്ട്ലി ഫ്രീ ഓഫ് കോസ്റ്റിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് ആ നമ്പറായിട്ട് കോൺടാക്ട് ചെയ്യാം. സോ നമുക്ക് നമ്മൾ അനലൈസ് കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് ഇനി ഒരു ബൈ നോക്കാൻ പറ്റുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ കാണുന്ന 1 അവറിൻ്റെ ഒരു ഓർഡർ ഫ്ലോ ലെവലാണ്. അതായത് 4180 ലെവലിൽ വരെ പ്രൈസ് വരാനുള്ള ചാൻസസ് ഇപ്പോൾ ഉണ്ട്. ഇതിൻ്റെ പുറകിലുള്ള ലോജിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റ് നടത്തിയിരിക്കുന്നത് ഇന്നലത്തെ പ്രീവിയസ് ഡേയുടെ ക്യാൻഡിലിൻ്റെ ഹൈ ലിക്വിഡേറ്റ് ചെയ്തതിന് ശേഷമുള്ളൊരു ഡൗൺ സൈഡ് മൊമെൻറ്റമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. സോ അതാണ് നമ്മളൊരു കൗണ്ടർ ട്രെൻഡ് ആയിട്ട് ഇവിടെ എടുത്തേക്കുന്നത്. സോ നമ്മൾ ടാർഗറ്റ് ചെയ്തേക്കുന്നത് ഇന്നലെ നടന്ന ഡെയിലി ക്യാൻഡിലിൻ്റെ 50% ഏരിയയിലേക്ക് മാത്രമാണ് നമ്മൾ ടാർഗറ്റ് എയിം ചെയ്തേക്കുന്നത്. നമുക്ക് പ്രോബബ്ലി അത് ഹിറ്റ് ആവാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. നമുക്ക് നോക്കാം. ആൻഡ് നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി നോക്കാൻ പറ്റുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ കാണുന്ന 1 അവറിൻ്റെ ഓർഡർ ഫ്ലോ ആണ്. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന 4100 ലെവലിലേക്കൊക്കെ പോകാനായിട്ട് ചാൻസസ് ഉണ്ട്. സോ ഇത് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് ഭയങ്കര കുറവാണ്. കാരണം ഈ കാണുന്ന ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നലെ ക്രിയേറ്റ് ചെയ്ത കംപ്ലീറ്റ് ബൈയിങ് മൊമെൻറ്റം ഫെയിൽ ആവും. അങ്ങനെ ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് സെല്ലിലേക്ക് പോകാനുള്ള ചാൻസസും ഉണ്ട്. സോ ഇത് നമുക്കൊരു 80 to 90% പ്രോബിലിറ്റി ആയിട്ടുള്ള ഒരു ബൈ ഏരിയ ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. USD നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മൾ പറഞ്ഞ അപ്ഡേറ്റ്സിൻ്റെ ഏകദേശം അതുപോലെ തന്നെയാണ് നിൽക്കുന്നത്. അതായത് ഡെയിലിയുടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ലെവലിൽ പ്രൈസ് വന്ന് മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം ഒരു സെൽ റിയാക്ഷൻ എഗെയിൻ ഇവിടെ നടന്ന ഒരു ബൈയിങ് ഏരിയലിൻ്റെ ഒരു 50% പ്രൈസ് വന്നു. അതിനോട് ലൈൻ ഒരു കഴിഞ്ഞ ദിവസം തന്നെ ഓൾറെഡി നമുക്ക് വരച്ച ലൈൻ തന്നെയാണ് അല്ലേ. സോ ഈ ലൈനിലേക്ക് പ്രൈസ് വന്നതിന് ശേഷം എന്ത് ചെയ്തു, പ്രൈസ് പിന്നെയും പോയി ഈ ഹൈയിലെ ലിക്വിഡിറ്റി പിന്നെയും കളക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ലോലി ഒരു ഡെഡ്ലി മൂവ്മെൻ്റാണ് ഇവിടെ നടന്നിരിക്കുന്നത്. സോ ഇതിൽ നമുക്കൊരു വലിയ രീതിയിലുള്ള ലോങ് പൊസിഷൻസോ അതല്ലെങ്കിൽ ഒരു വലിയ രീതിയിലുള്ള ഷോർട്ട് പൊസിഷൻസോ ഒക്കെ ഇപ്പോൾ ഓപ്പൺ ചെയ്യാനുള്ള ടൈം ആയിട്ടില്ല യൂറോ USDയിൽ. സോ നാളെ നമുക്ക് എന്തായാലും 6 മണിക്ക് NFP അതായത് നോൺ ഫാം പേറോൾസിൻ്റെ ന്യൂസ് ഉണ്ട്. നാളത്തെ ന്യൂസ് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ട്രേഡ് നോക്കുന്നതായിരിക്കും യൂറോ USDയിൽ ബെറ്റർ. നാളെ വരെ ഈ ഏരിയ ഫുൾ കൺസോൾഡേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പൊസിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1 മിനിറ്റിലോ 3 മിനിറ്റിലോ കയറി എടുക്കുക. നിയറസ്റ്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റിയിൽ തന്നെ TP വെച്ചിട്ട് മാറുക. ആൻഡ് ലോങ് പൊസിഷൻസ് ഇപ്പോൾ എടുക്കാതിരിക്കുക. സോ ഇനി ഒരു പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന ഒരു 1.16949 എന്ന് പറഞ്ഞ ലെവലിലേക്കൊക്കെ പ്രൈസ് വരാനുള്ള ഹയസ്റ്റ് പ്രോബബിലിറ്റിയാണുള്ളത്. ആൻഡ് ഇത് ബ്രേക്ക് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1.12873 എന്ന ലെവലിലേക്കും പ്രൈസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ ഗോൾഡിൻ്റെ കേസിൽ നമ്മളൊരു കാര്യം കൂടെ പറയാനായിട്ട് വിട്ടുപോയി. ഇപ്പോൾ ഈ ഒരു ഡെയിലിയിൽ തന്നെ ഹൈ ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ കഴിഞ്ഞ ദിവസം ഫോം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രൈസ് ഇപ്പോൾ ഒരു മേജർ സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് 4000 ലെവൽ ഏരിയയിലാണ്. സോ ഈ 4000 ലെവൽ ഏരിയ ഈസി ബ്രേക്കബിൾ അല്ല. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇനിയും ഒരുപാട് പ്രൈസ് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് തന്നെയാണ് കൂടുതൽ. സോ ഇനി ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് എന്താ NFP പോലത്തെ ഹൈ ഇമ്പാക്റ്റ് ന്യൂസ് ഇവൻറ്റിലേക്ക് അത്രയും മൊമെൻറ്റം വന്ന് ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റീസേ ഉള്ളൂ. അതല്ല, ഈ കാണുന്ന ഹൈ ബ്രേക്ക് ചെയ്ത് ഒരു നല്ല വോളിയമുള്ള ക്യാൻഡിലാണ് അവിടെ ഡെവലപ്പ് ആവണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പിന്നെയും ഗോൾഡ് ഒരു ഓൾ ടൈം ഹൈയിലേക്ക് തന്നെ മൂവ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് NFP കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ക്യാൻഡിൽ ക്ലോസ് കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് എന്ത് ചെയ്യുക, ഒരു
ലോങ് ടൈമിലേക്കുള്ള വ്യൂ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. അറ്റ് ദ മൊമെന്റ് നമ്മൾ ഷോർട്ട് ടൈമിലേക്കുള്ള വ്യൂ ആണ് പറഞ്ഞേക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് മൈ അപ്ഡേറ്റ് ഓൺ ഗോൾഡ് ആൻഡ് യൂറോസിറ്റി. സോ നമുക്ക് ഇതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.